ഇതാണ് മോളെ നന്നാരി കണ്ടോ? നന്നാരീൻ്റെ ഇല ഇങ്ങനെയായിട്ടുണ്ടാവുക, കുറച്ച് നീളമായിട്ട് ഇങ്ങനെ, അധികം വീതിയില്ലാതെ ഇങ്ങനെ ഉണ്ടാവുക. നന്നാരീൻ്റെ വള്ളി ഇങ്ങനെ ഉണ്ടാവും, കുറേ ദൂരം വരെ വള്ളി പോകട്ടോ. ഇതൊക്കെ കാടൊക്കെ വെട്ടിയപ്പോഴേ വള്ളീൻ്റെ നീളമൊക്കെ പോയി അടി ഇരിക്കുള്ളൂ. ഈ വള്ളിയൊന്നും ഇരിക്കൂല കേട്ടോ, ഈ വള്ളിയൊന്നും ഇരിക്കൂല. ഇതിൻ്റെ ഇലയ്ക്ക് അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ കിഴങ്ങാണിത്. ഇതിൻ്റെ അടിക്ക് നല്ല വണ്ണമുള്ള ഉണ്ടാവും കേട്ടോളെ. ഇതാ ഇത്ര കിട്ടുള്ളൂ. നമ്മൾ കളയ്ക്കുമ്പോൾ അടിയോടെ കളയ്ക്കണോ എന്നാൽ കുറേ കിട്ടും. ഇതാ അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ തോല് കളയണം, ഇതിങ്ങനെ പൊളിച്ച് കളയണം. വേഗം കിട്ടും ഇത് പൊളിക്കാം കേട്ടോ. ഇങ്ങനാക്കുമ്പോൾ ഇതാ ഇങ്ങനെ പൊളിച്ച് കളയുമ്പോൾ ഈ മഞ്ഞ കളറായിട്ടുള്ളതാണ് ഇതിൻ്റെ നല്ല സ്മെല്ലുള്ളത് കേട്ടോ. അതാ അങ്ങനെ പൊളിച്ച് ഇതിൻ്റെ മേലത്തെ തോല് കളയണം. എന്നിട്ട് ഇത് സർവത്ത് ഉണ്ടാക്കാൻ സൂപ്പറാട്ടോ. പിന്നെ നമുക്ക് നെഞ്ചുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയും പണ്ട്. പണ്ട് അമ്മമ്മയൊക്കെയുള്ള കാലത്ത് പറയും, നന്നാരി കല്ലിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ വേദന മാറുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറയും അമ്മമ്മയൊക്കെ ഉള്ളപ്പോൾ. നിങ്ങളെന്തിനാ വേദന സഹിക്കണേ, കല്ലിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടേന്ന് പറയും. അതെന്താ, നന്നാരി അത്ര നല്ലതാണ്, മരുന്നാണ് നന്നാരി. ഉണ്ടോ? ഇതിട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതാണ്.